നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു ബീഫ് സ്റ്റ്യൂ. ഇത് നമുക്ക് നല്ല വട്ടയപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിനായിട്ട് ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ടുമുണ്ട്. ഇതിനായിട്ട് ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. അതിന് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഷ്ണാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പിന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ പകുതി കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അതായത് പീസിന് കണക്കായിട്ടുള്ള ലെവലിൽ മതി വെള്ളം. കുക്കറിൽ വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കുക. ഒരു 5 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക തണിഞ്ഞതിന് ശേഷം. എന്നിട്ട് വീണ്ടും ഒരു 3-4 വിസിലും കൂടി കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിത് വേവായി കിട്ടും. ഇനി ഇതിലേക്ക് ചെറിയ 4 സവാള എടുത്തിട്ടുണ്ട്, വലുതാങ്കി 2 എണ്ണം മതി. പിന്നെ പച്ചമുളക് ഒരു 5-8 എണ്ണം, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചി ചെറിയൊരു കഷ്ണം. പിന്നെ അതിലേക്ക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങും പീസാക്കി എടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ആവശ്യമാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പട്ട, ഗ്രാമ്പൂ, 3-4 ഏലക്ക, പിന്നെ തക്കോലം ഒറ്റൊരെണ്ണം മതി അത്. പിന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ തണുപ്പായ കാരണം വെളിച്ചെണ്ണയൊക്കെ ഉറച്ചിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ചെടുക്കണം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ക്യാമറ ഓഫായിപ്പോയി, അതുകൊണ്ട് അത് കാണിക്കാഞ്ഞത്. അപ്പോൾ അതൊന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ പോകണം. കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ചേരുമ്പോൾ വേഗം കറി കേടായിപ്പോവും. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള വേഗം വഴണ്ടി കിട്ടും. അപ്പം അതിലേക്ക് നമ്മളൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഞാനിത് തുറക്കുകയാണ്. അപ്പോൾ ബീഫ് വേവായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബീഫ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റും, വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. അത് മാറ്റിയതിന് ശേഷം നമ്മൾ കഷ്ണാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ്, പൊട്ടറ്റോ ഇതിൽ നമ്മൾ ഇട്ടിട്ട്, അതായത് ബീഫിൻ്റെ ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഒറ്റ വിസിൽ അടിച്ചെടുക്കുക. പിന്നെ ആ സമയത്ത് നമുക്ക് കാഷ്യൂ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ കാഷ്യൂ കുതിർത്ത വെള്ളത്തിൽ തന്നെ അരച്ചാൽ മതി. കഴുകി കുതിർത്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ സമയം ഉള്ളിയൊക്കെ ഒന്ന് മാറി, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണിൻ്റെ താഴെയായിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുരുമുളക് ഇടുമ്പോൾ ഉള്ളിക്ക് കളർ ചേഞ്ച് വരും, ഒരു കറുപ്പ് നിറം. വെള്ള കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് മതി. ഇല്ലാത്തത് കാരണം ഞാൻ കറുപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ബീഫും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഈ ഉള്ളീൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതൊന്ന് തിളപ്പിച്ചെടുക്കുക. അതൊന്ന് തിളവന്ന് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 2ാം പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഈ കഷ്ണവുമായിട്ട് നല്ലോണം ചേരണം. അത് കുറച്ച് നേരം ഒന്ന് വേവണം. എന്നാൽ മാത്രമേ ഈ കഷ്ണത്തിലൊക്കെ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ആ ഗ്രേവി നന്നായിട്ട് ഇതുമായിട്ട് ചേരണം, ബീഫും കഷ്ണങ്ങളുമായിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. 2ാം പാൽ ചേർത്തതിന് ശേഷം ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളക്കാൻ വിടുക. ആ തിളക്കുന്ന സമയത്ത് അരച്ചെടുത്തിട്ടുള്ള ആ കാഷ്യൂവിൻ്റെ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ കാഷ്യൂവിൻ്റെ പേസ്റ്റാണ് നമ്മളെ സ്റ്റ്യൂവിന് നല്ല ക്രീമി ടെക്സ്ചർ കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കാഷ്യൂ അരച്ച് ചേർത്തപ്പോൾ തന്നെ കറി നല്ലൊരു തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ 1ാം പാൽ, വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മൾ കറി ഓഫ് ചെയ്യണം. അപ്പോൾ ഇനി വേറെ തിളപ്പിക്കുകയൊന്നും വേണ്ട. ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ താളിച്ചൊഴിക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. 1ാം പാൽ നന്നായിട്ട് എല്ലാവരുടെയും മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട, 1 ടീസ്പൂൺ മതി. അത് ഈ കറിക്ക് നല്ലൊരു മണം കൊടുക്കും, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ 1 ടീസ്പൂൺ മാത്രം. ഇത് ഇറക്കി വെക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച്
കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ 2 തണ്ട് കറിവേപ്പില എടുത്തത് ആദ്യം ചേർത്ത് കൊടുത്ത് പിന്നെയുള്ള ഒന്ന് ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റ്യൂ. നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്റ്റ്യൂ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ പാലപ്പത്തിൻ്റെ കൂടെയാണ് ഞാനിവിടെ കഴിക്കുന്നത്. ഇത് നമുക്ക് ബ്രെഡൊന്ന് ആവി കയറ്റിയതിന് ശേഷം ഈ സ്റ്റ്യൂവും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബ്രെഡ് സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ സ്റ്റ്യൂവും കൂടി ഒഴിച്ച് കഴിക്കാൻ അലിഞ്ഞു പോകും, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. ഇത് നമുക്ക് വട്ടയപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊരു സ്റ്റ്യൂ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ബ്രെഡ് കഴിക്കാം, വട്ടയപ്പം, അതുപോലെ പാലപ്പം ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കുക. എന്നും പറയുന്ന പോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ BV സ്പെഷ്യൽ ഫാമിലിക്കും ലോകത്തുള്ള എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ക്രിസ്മസ്.